ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വർഷം മുൻപ് തയ്ച്ച ഒരു ഡ്രസ്സിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു പട്ടി ഷോ ഇറക്കുവാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് കിടക്കാതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ എർത്തിൻ്റെ ക്രീമാട്ടോ തേക്കുന്നത്. മാമ എർത്തിൻ്റെ ഒരു നല്ല വിറ്റാമിൻ സി ക്രീം നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഒരു നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടാറുണ്ട് ഇതിട്ട് കഴിയുമ്പോൾ. അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ന്യൂട്രി ഗ്ലോ എന്ന് പറയും. എന്തായാലും ഇത് രണ്ടാമത് മേടിച്ചതിന് ഇച്ചിരി വൈറ്റ് കാസ്റ്റ് കൂടുതലാണെന്നൊരു ഡൗട്ടൊക്കെ എനിക്ക് തോന്നി. എന്തായാലും കുഴപ്പമില്ല, എനിക്കിത് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഇത് മേടിക്കുന്നത്. സ്മെല്ലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ മുഖത്തും നെക്കിലും കയ്യിലും ഒക്കെ തേച്ച് കൊടുത്തു. നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുക. ഇച്ചിരി വൈറ്റ് കാസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി, കുഴപ്പമില്ല. ഫാൻ്റെ അടുത്ത് പോയിട്ട് നല്ലോണം മസാജൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും സംഭവം സെറ്റാകും. കുറച്ച് കാറ്റ് കൊള്ളിക്കുക, അത്ര തന്നെ. അല്ലാണ്ട് എന്ത് ചെയ്യാനാ, മേടിച്ചു പോയില്ലേ. അപ്പോൾ എന്തായാലും ഇതാണ് തേച്ചതിന് ശേഷമുള്ളത്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു കൊച്ചു ടാക്കം പൗഡറാണ് കേട്ടോ, സന്തൂറിൻ്റെ ആണ്. അപ്പോൾ അത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു കടയുണ്ട്, കടയിലേക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു സാധനം കൊടുക്കാൻ. അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ വന്നപ്പോഴത്തേനും ഒന്ന് മുടിയെല്ലാം ചീകി കെട്ടി വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മുടെ ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുത്ത് കണ്ണൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അടുത്തായിട്ട് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അങ്ങനെ ചുണ്ടുമേ ചായം പൂശുകൽ ചടങ്ങാണ്, അതങ്ങനെ കഴിഞ്ഞിരിക്കുവാണേ. അപ്പോൾ ഇച്ചിരി ഒരു വെട്ടം, നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ മുഖത്ത് ചെറുതായിട്ടൊരു വെട്ടം തോന്നാറുണ്ടല്ലേ. അപ്പോൾ അടുത്തായിട്ട് ഞാനൊരു കറുത്ത പൊട്ടന്നല്ലേ, മെറൂൺ കളറിലെ പൊട്ടാണ് കേട്ടോ തൊട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു കറുത്ത പൊട്ടാണ്. അപ്പോൾ അതിൻ്റെ വായി കറുത്ത പൊട്ടന്നേ വരത്തുള്ളൂ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ശിങ്കാറാണ് കേട്ടോ, സിന്ദൂരത്തിന് വരെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുടി അഴിച്ചിട്ടപ്പോഴത്തേനും എനിക്ക് അങ്ങനെ വലിയ കംഫർട്ടബിളായിട്ടും തോന്നിയില്ല. ഞാൻ അങ്ങനെ മുടി അഴിച്ചിട്ടുണ്ടെങ്കിൽ പോകാറില്ല. ഒന്നെങ്കിൽ ഒന്ന് കിള്ളിപ്പിന്നും, അല്ലെങ്കിൽ വല്ല മേലോട്ടൊരു നമ്മുടെ ബനാന ക്ലിപ്പില്ലേ, അങ്ങനത്തെ ഒരു ക്ലിപ്പ് എടുത്തിടും. പിന്നെ ഇത് പുതിയ കമ്മലാണ് കേട്ടോ. ഇതിട്ടൊരു പട്ടിഷു ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിട്ട് കൊടുത്തോ കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ ജിമുക്ക സിൽവർ അങ്ങനെ ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല. ചേരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, എനിക്കത് ചേരുന്നുണ്ടോ എന്നൊരു നിങ്ങളുടെ അഭിപ്രായമാണ്, ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത്. എന്തായാലും ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മുടി അഴിച്ചിടുന്നത് വലിയ കംഫർട്ടബിളായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊരു മേലോട്ടൊരു ക്ലിപ്പ് എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ടാറ്റ ബൈ ബൈ, സീ യു.